പ്രിയപ്പെട്ടവരെ, അഗാപ്പെ അഥവാ ദൈവസ്നേഹം എന്ന ഈ എപ്പിസോഡിൻ്റെ സവിശേഷമായ അവസാന ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇക്കഴിഞ്ഞ തിരുമണിക്കൂറിൽ നാം കേട്ടറിഞ്ഞ പരമകാരുണികനായ പിതാവിൻ്റെ ദിവ്യസ്നേഹം നമുക്ക് അനുഭവിച്ചറിയാനാകാത്തത്? ഈ ധ്യാനവും കൂടി ഇവിടെ ചേർത്ത് വെച്ചില്ലെങ്കിൽ വിപരീതമായ മറ്റു ചിന്തകൾ കൊണ്ട് പിശാച് നിങ്ങളെ വീർപ്പുമുട്ടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ കടന്നു വന്നേക്കാവുന്ന പഴുതുകൾ കൂടി കണ്ടെത്തി അടച്ച് നമുക്ക് സുരക്ഷിതരാകാം. എന്തുകൊണ്ട് ദൈവസ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല? ഒന്നാമതായി, ചെറുതിന് വലുതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ സാധ്യമല്ല. നാം സൃഷ്ടിയും അവിടുന്ന് സൃഷ്ടാവുമാണ്. അതുകൊണ്ടാണ് വലുത് ചെറുതിനെ, അതായത് സൃഷ്ടാവ് സൃഷ്ടിയെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നത്. നമുക്കാകട്ടെ അവിടുത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാനാവില്ല താനും. ഇനി പരിശുദ്ധാരൂപിയോടൊപ്പം നമുക്ക് ആഴത്തിലേക്ക് ഇറങ്ങാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 4 മുതലുള്ള വാക്യങ്ങളിൽ വിതക്കാരൻ്റെ ഉപമയും തുടർന്നുള്ള വിശകലനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5-ാം തിരുവചനം നമുക്ക് ശ്രദ്ധിക്കാം. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ഇവിടെ ആരാണ് വിതക്കാരൻ? സാധാരണ അർത്ഥത്തിൽ വിതക്കാരൻ കൃഷിക്കാരനാണ്. വിതക്കാരനായ കൃഷിക്കാരൻ എവിടെയാണ് വിത്ത് വിതയ്ക്കുക? അത് വയലിലാണ്. അഥവാ മത്തായിയുടെ സുവിശേഷം 13:19 അവൻ്റെ ഹൃദയവയലിൽ വിതയ്ക്കപ്പെട്ടത് എന്നൊരു പ്രയോഗമുണ്ട്. ഇവിടെ മനുഷ്യ ഹൃദയമാണ് വയൽ. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 4:35 നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലിലേക്ക് നോക്കുവിൻ എന്ന് ഈശോ പറഞ്ഞത്. സാധാരണ വയലായിരുന്നു വിവക്ഷയെങ്കിൽ നാം കണ്ണുകൾ താഴ്ത്തിയാണല്ലോ നോക്കേണ്ടത്. കണ്ണുകൾ ഉയർത്തി നോക്കേണ്ട വയൽ ഹൃദയവയൽ തന്നെ, സംശയമില്ല. അതുകൊണ്ട് മനുഷ്യ ഹൃദയമാണ് വയൽ. ഇനി എന്താണ് വിത്ത്? ലൂക്കായുടെ സുവിശേഷം 8:10 വിത്ത് ദൈവവചനമാണ്. ചുരുക്കത്തിൽ വിതക്കാരൻ കൃഷിക്കാരനാണ്, കൃഷിക്കാരൻ ദൈവമാണ്, വിത്ത് ദൈവവചനമാണ്, വയൽ മനുഷ്യഹൃദയമാണ്. വീണ്ടും നമുക്ക് ആഴത്തിലേക്ക് ഇറങ്ങാം. എന്താണ് വിത്തായ വചനം? സങ്കീർത്തനം 119:103 അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്. ദൈവത്തിൻ്റെ വാക്കാണ് വചനം. ഇനി ദൈവത്തിൻ്റെ വചനമാരാണ്? യോഹന്നാൻ 1:14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ യേശു മാംസം ധരിച്ച വചനമാണ്. ഈ യേശു ദൈവമാണ്. 1 യോഹന്നാൻ 5:20 ഇവനാണ് സത്യദൈവവും നിത്യജീവനും. ഈ സത്യദൈവം സ്നേഹമാണ്. 1 യോഹന്നാൻ 4:8 ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ കൃഷിക്കാരനായ ദൈവം വിതച്ചത് സ്നേഹത്തിൻ്റെ വിത്താണ്, അഥവാ സ്നേഹവിത്താണ്. പോകുന്നിടത്തെല്ലാം വിത്ത് പോകാൻ അനുവദിക്കുന്ന ശ്രദ്ധയില്ലാത്ത ധാരാളി, ധൂർത്തൻ, മണ്ണിൻ്റെ ഘടന നോക്കാതെ പദം നോക്കാതെ വിത്ത് വീഴിക്കുന്ന വിഡ്ഢിയായ കൃഷിക്കാരൻ എന്നൊരുപക്ഷെ നാം ചിന്തിച്ചേക്കാം. എന്നാൽ 2 ആത്മീയ സത്യങ്ങളാണ് ഇവിടെ അരൂപി ഉരുത്തിരിച്ചു തരുന്നത്. ഒന്ന്, കാണുന്നിടത്തും പോകുന്നിടത്തും എല്ലായിടത്തും വിത്ത് വീഴ്ത്തുന്നതും വാരി വിതറുന്നതും അവൻ്റെ കയ്യിലെ വിത്തിൻ്റെ സമൃദ്ധി കൊണ്ടാണ്. അളവില്ലാതെ വിതച്ചാലും ശ്രദ്ധയില്ലാതെ വീഴാൻ അനുവദിച്ചാലും അവൻ്റെ വിത്ത് തീർന്നു പോവുകയില്ല. അവൻ്റെ അറപ്പുര സ്നേഹവിത്തിനാൽ സമ്പന്നമാണ്. ചുരുക്കത്തിൽ അവൻ സ്നേഹസമ്പന്നനാണ്. രണ്ടാമതായി, മണ്ണിൻ്റെ പദം നോക്കാതെ പരുവം നോക്കാതെ ആഴം നോക്കാതെ വിത്ത് വീഴാൻ അനുവദിക്കുന്നത് അവൻ എല്ലാ ഹൃദയവയലുകളെയും ഒരുപോലെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. കാരണം വഴിയരികിൽ വീണതുപോലെ തന്നെയാണ് പാറപ്പുറത്തും നല്ല നിലത്തും മറ്റും വീണത്. എവിടെയും അവൻ വിതച്ചിട്ടില്ല, വീണു എന്നാണ് എഴുതിയിരിക്കുന്നത്. വീഴുകയാണ് ചെയ്തത്. ഇനി കൃഷിക്കാരൻ വിതച്ചു എന്ന് വ്യാഖ്യാനിച്ചാൽ അവൻ ഈ 4 സ്ഥലങ്ങളിലും വിതച്ചു എന്ന് നാം സമ്മതിക്കേണ്ടി വരും. എന്തായാലും ഒന്ന് സത്യം, അവൻ്റെ സ്നേഹം അവൻ എല്ലാ ഹൃദയങ്ങളിലേക്കും അളവില്ലാതെ നിരന്തരം ഒരുപോലെ വിതച്ചുകൊണ്ടിരിക്കുന്നു. അവൻ സ്നേഹസമ്പന്നനാണ്, സ്നേഹസ്വരൂപനാണ്, സ്നേഹം സ്വരൂപമായി സ്വീകരിച്ചവൻ. അതെ, അവൻ എങ്ങും എവിടെയും എപ്പോഴും സ്നേഹം വിതയ്ക്കുന്ന കൃഷിക്കാരനാണ്. മനുഷ്യഹൃദയമാകുന്ന എൻ്റെയും നിങ്ങളുടെയും വയലിൽ നമ്മുടെ അവസ്ഥകളൊന്നും പരിഗണിക്കാതെ ദൈവം തൻ്റെ സ്നേഹവിത്ത് നിരന്തരം പാകിക്കൊണ്ടിരിക്കുന്നു. ഈ വിത്തിന് എവിടെയും വീഴാനുള്ള യോഗ്യതയുണ്ട്, കാരണം അത് സ്നേഹവിത്താണ്. എന്നിട്ടവൻ ന്യായമായും ഫലം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, വിത്ത് വീഴുന്ന സ്ഥലത്തിൻ്റെ അവസ്ഥ വിളയെ ബാധിക്കുന്നു. എല്ലായിടത്തും വീണ വിത്ത് എല്ലാം ഒന്നാണ്, ഒരേ കുട്ടയിൽ നിന്നുമാണ്. എന്നാൽ പ്രതികരണം വ്യത്യസ്തമായത് വിതച്ചവൻ്റെയോ വിത്തിൻ്റെയോ പരിമിതിയാലല്ല, നിലത്തിൻ്റെ പരിമിതിയാലാണ്. നിലത്തിൻ്റേത് മാത്രമാണ്. ഇനി എവിടെയൊക്കെയാണ് വിത്ത് വീണതെന്ന് നോക്കാം. ഒന്ന്, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5:8 ചിലത് വഴിയരികിൽ വീണു,
അതിൻ്റെ ഗതി എന്തായി എന്ന് പരിശോധിക്കാം. സങ്കീർത്തകൻ 1:1 ദുഷ്ടൻ, പാപി, പരിഹാസകൻ എന്നീ 3 പദപ്രയോഗങ്ങൾ ഒറ്റ വാചകത്തിൽ നമുക്ക് കാണാനാകും. ഇതുപോലെ വിശുദ്ധ മത്തായി 13:19 ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു എന്നും, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4:15 സാത്താൻ നീക്കം ചെയ്യുന്നുവെന്നും, വിശുദ്ധ ലൂക്ക 8:5 പക്ഷികൾ വന്നു തിന്നു, ഒപ്പം ആളുകൾ ചവിട്ടിക്കളഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടുതലൊന്നും വ്യാഖ്യാനിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാകും, ദൈവവചനം, ദൈവസ്നേഹം മനുഷ്യഹൃദയങ്ങളിൽ വേരുറയ്ക്കാൻ പിശാച് സമ്മതിക്കുകയില്ല എന്ന്. പക്ഷികൾ വന്നു തിന്നു എന്നതും ആലങ്കാരികമായി പിശാചിനെ തന്നെയാണ് വിവക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ വിശുദ്ധ ലൂക്ക 8:5 പറഞ്ഞിരിക്കുന്ന ആളുകൾ ചവിട്ടിക്കളഞ്ഞു എന്ന അവതരണത്തെ അല്പം ആഴത്തിലേക്ക് ഇറങ്ങി വ്യാഖ്യാനിക്കണം. ഒന്നിനു പുറകെ ഒന്നായി ആയിരങ്ങൾ നടന്നു നീങ്ങുന്ന വഴിയും വഴിയോരവും കഠിനവും ഉറപ്പുള്ളതുമായിരിക്കും. ഇതിന് കാരണമോ ആളുകളുടെ ചവിട്ടും. അതുകൊണ്ട് കഠിനമായി ഈ വഴിയോരം വിരൽ ചൂണ്ടുന്നത് ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങളിൽ ഇറുകി ഉറച്ചുപോയ അനേകരുടെ ഹൃദയകാഠിന്യത്തിലേക്കാണ്. ഹൃദയം കഠിനമായതോ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വന്ന ഓരോരുത്തരും ചവിട്ടി മെതിച്ച് അവരുടെ ഹൃദയം അങ്ങനെ ആയിത്തീർന്നതാണ്. വിശ്വസിച്ചിടപെട്ട ആളുകളിൽ നിന്നും ലഭിച്ച ചുട്ടുപൊള്ളുന്ന ജീവിതാനുഭവങ്ങളിൽപ്പെട്ട് ഹൃദയം ഇറുകി ഉറച്ചുപോയ സഹോദരങ്ങൾ, ആളുകളുടെ ചവിട്ട് മാരകമാണ്. അത് അപ്പനിൽ നിന്നായാലും അമ്മയിൽ നിന്നായാലും കുടുംബാംഗങ്ങളിൽ നിന്നായാലും സമൂഹത്തിൽ നിന്നായാലും അധികാരികളിൽ നിന്നായാലും ചവിട്ട് മാരകമാണ്. അതിന് മാരകമായ നശീകരണ ശേഷിയുണ്ട്. ഡിസ്ട്രോയിഡ് ക്രിറ്റിസിസം എന്നും ക്രിയേറ്റീവ് ക്രിറ്റിസിസം എന്നും 2 പദങ്ങളുണ്ട്. ഹൃദയം കഠിനമായി പോയ സഹോദരങ്ങളുടെ മനസ്സ് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, ചുറ്റുമുള്ളവരുടെ, കൂടെയുള്ളവരുടെ നശീകരണ പ്രവണതയാൽ ചവിട്ടി മെതിക്കപ്പെട്ട ജീവിതങ്ങൾ. മനസ്സ് മടുത്തവർ, മരവിച്ചവർ. സത്യത്തിൽ മടുത്തതല്ല, മടുപ്പിച്ചതാണ്. മരച്ചതല്ല, മരവിപ്പിച്ചതാണ്. പത്രവാർത്തകളിൽ നാം വായിച്ചിട്ടുണ്ട് ചവിട്ടേറ്റ് മരിക്കുന്ന ജീവിതങ്ങൾ. മുസ്ലിം സഹോദരങ്ങളുടെ വിശുദ്ധ മക്കയിൽ ഹൈന്ദവ സഹോദരങ്ങളുടെ സന്നിധാനത്തിൽ ആൾത്തിരക്കിൽപ്പെട്ട് ചവിട്ടേറ്റ് മരിച്ചവർ. അതേ പ്രിയപ്പെട്ടവരെ, നശീകരണ പ്രവണതയോടെയുള്ള, നിർദാക്ഷിണ്യമുള്ള, നിഷ്കരണമുള്ള ചവിട്ട് അത് മാരകമാണ്. ഇനി വഴിയോരങ്ങളിലെ കൃഷിയിടത്തെ ശ്രദ്ധിച്ചാൽ വഴിയരികിലെയും കൃഷിയിടത്തിലെയും മണ്ണ് ഒരേ മണ്ണാണ്. ഒരേ തരം, ഒരേ വളക്കൂറ്, ഒരേ ഘടന. വ്യത്യാസം ഒന്ന് മാത്രം. ഒന്ന് ചവിട്ടേറ്റ് കഠിനമായിപ്പോയി, ഒന്ന് കൊത്തിക്കിളച്ച് മൃദുവാക്കിയിട്ടിരിക്കുന്നു. കൊത്തിക്കിളച്ച് മൃദുവാക്കിയാൽ വഴിയിലും വഴിയോരത്തും വിളയും 30 മേനിയും 60 മേനിയും 100 മേനിയും. ചെവിയുള്ളവൻ കേൾക്കട്ടെ.